വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. കേന്ദ്ര സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷമാകും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ER രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ER, വെരി ഗുഡ് മോർണിംഗ്. കേന്ദ്ര സർക്കാർ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകളെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന നിലപാടാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അത് റദ്ദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിന് പുറപ്പെടുവിക്കാൻ ഇന്നലെ തന്നെ സുപ്രീം കോടതി തയ്യാറായതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ആകാം എന്ന ധാരണയിൽ പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വീണ്ടും ഇന്ന് കോടതി ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ ഏത് തരത്തിലാകും, ഈ താൽക്കാലികമായ ഒരു ഇടക്കാല ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതിയിൽ ഒരു തടസ്സം വാങ്ങാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും വിശദമായ വാദം ഇന്നലെ നടന്നു. കാരണം രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് പാസ്സാക്കി അതിനുശേഷം രാഷ്ട്രപതി ഒപ്പിട്ടോടുകൂടി നിയമമായി. പക്ഷേ നിയമ പോരാട്ടം തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസിൽ വാദം ആരംഭിച്ചത്. ആദ്യം ഹർജിക്കാരെയാണ് കോടതി കേട്ടത്. പ്രത്യേകിച്ച് കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയവരൊക്കെ തന്നെ അവരുടെ വാദങ്ങൾ നിരത്തി. അതിനുശേഷം തുഷാർ മേത്ത സർക്കാരിന് വേണ്ടി നിലപാട് വ്യക്തമാക്കി. പക്ഷേ കോടതിയുടെ പല ചോദ്യങ്ങൾക്കും തുഷാർ മേത്തയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ ബില്ലിലെ 3 വ്യവസ്ഥകളിൽ വലിയ അതൃപ്തി അല്ലെങ്കിൽ ആശങ്ക കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇടക്കാല ഉത്തരവിന് സാധ്യത ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ എതിർത്തു. കാരണം കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ കൂടി വിശദമായി കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്ന നിലപാട് സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും കോടതി ഇന്നലെ ചൂണ്ടിക്കാണിച്ച 3 വിഷയങ്ങളിലാണ് പ്രധാനമായും കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് ബോർഡുകളിലെ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് കേന്ദ്ര വഖഫ് ബോർഡുകളിലെ അടക്കം അമുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചാണ് കോടതി പ്രധാനമായും ആശങ്ക രേഖപ്പെടുത്തിയത്. കാരണം ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് 22 അംഗ സമിതിയാണ്. അതിൽ 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടാവും, മന്ത്രി അടക്കം. സർക്കാർ കോടതി വ്യക്തമാക്കിയത് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അമുസ്ലിങ്ങളാണെന്നുള്ളത് അംഗീകരിക്കാം. പക്ഷേ ബാക്കിയുള്ളവർ എന്തിന് അന്യമതസ്ഥർ വേണം എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭേദഗതി പരിശോധിക്കുമ്പോൾ 22 അംഗ സമിതിയിൽ ഏറ്റവും ചുരുങ്ങിയത് 8 പേർ മാത്രം മുസ്ലിങ്ങളാകുന്ന അവസ്ഥയുണ്ട്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു ബോർഡുകളിൽ ഇത്തരത്തിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന ചോദ്യം പോലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ടാമതായി ഈ വഖഫ് ഭൂമി സംബന്ധിച്ച കാര്യമാണ്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമെന്ന വ്യവസ്ഥ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കാരണം നൂറ്റാണ്ടുകളായി ഉപയോഗത്തിലുള്ള സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ, അത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മാത്രം എങ്ങനെ വഖഫ് അല്ലാതാകുമെന്ന നിർണായക ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത്. മാത്രവുമല്ല, വർഷങ്ങൾ പഴക്കമുള്ള ഭൂമികളുടെ രേഖകൾ എങ്ങനെ ഹാജരാക്കാൻ കഴിയുമെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മൂന്നാമതായി, ഈ കളക്ടർമാർക്ക് ചില അധികാരങ്ങൾ ഈ പുതിയ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോടതി പറഞ്ഞ കാര്യം, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കളക്ടർമാർക്ക് ഇടപെടാം. അതിൽ പക്ഷേ കോടതിക്ക് എതിർപ്പൊന്നുമില്ല. അത്ര അന്വേഷണം നടത്താം. പക്ഷേ ഈ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ അധികാരമില്ല എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെ ബില്ലിലെ 3 കാര്യങ്ങളിൽ വലിയ വിമർശനം കോടതിയുടെ അല്ലെങ്കിൽ ആശങ്ക കോടതി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് ഈ 3 വ്യവസ്ഥകൾ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടൊരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്നലെ കോടതിയുടെ ഒരു ടോൺ മൊത്തത്തിൽ ആ രീതിയിലായിരുന്നു. ഇന്ന് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ വിശദമായ വാദം നടക്കും. കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത് മരവിപ്പിക്കരുതെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കും. അതിൽ തന്നെ ഈ ബോർഡുകളുടെ അടക്കം പ്രാതിനിധ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്യമതസ്ഥർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളല്ലാത്തവർ ഉൾപ്പെടുത്തുന്ന 2 പേർ ഉൾപ്പെടുത്തുന്നു എന്നത് അവർക്ക് ഈ വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ അറിവുള്ളവർ ആണ് എന്നൊരു വാദമായിരിക്കും സ്വാഭാവികമായും കേന്ദ്രം നിർത്താൻ പോകുന്നത്. ഏതായാലും കേന്ദ്രത്തിന്റെ വാദം എന്ത് എന്നുള്ളത് നിർണായകമാണ്. തീർച്ചയായും ഇന്നലെ കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പരാമർശങ്ങളൊക്കെ തന്നെ ആ നിലയ്ക്കായിരുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര
ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് കേന്ദ്രം എന്ത് വാദിക്കും കോടതിയിൽ എന്നുള്ളത് നിർണായകമാണ്. തീർച്ചയായും 2 മണിക്ക് ശേഷം, ഇന്നലത്തെ പോലെ 2 മണിക്ക് ശേഷം ഏതാണ്ട് 2:30 കൂടി തന്നെയാണ് വാദം ആരംഭിക്കുക. ഇന്നലെ 2 മണിക്കൂറിലധികം നീണ്ടുവന്ന വാദമാണ് നടന്നത്. സ്വാഭാവികമായി ഇന്ന് ഒരു ഇടക്കാല ഉത്തരവുണ്ടാകുമെങ്കിൽ അതൊരു 5 മണിയോട് കൂടി പ്രതീക്ഷിക്കാം. ആര്യ, രാകേഷ്, ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഈ വഖഫ് നിയമ ഭേദഗതി അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചവരെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കോടതിയിൽ നിന്ന്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകും അത് എന്നുള്ളതിൽ സംശയമില്ല. അത്രത്തോളം രൂക്ഷമായി തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ ഈ ഒരു കാര്യത്തിൽ ഇന്നലെ സുപ്രീം കോടതി വിമർശിച്ചതും. ഈ ഇടക്കാല ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഈ നിയമ ഭേദഗതിയുമായി പിന്നീട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിയമവശമോ കാര്യങ്ങളോ നിലനിൽക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാർലമെന്റ് അടക്കം പാസാക്കുന്ന നിയമങ്ങളിൽ കോടതി ഇടപെടാറില്ല. കോടതി ഇന്നലെ തന്നെ അക്കാര്യം സൂചിപ്പിച്ചു. കാരണം പാർലമെന്റ് പാസാക്കുന്ന ഇത്തരം നിയമങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഇതിനെ ആ രീതിയിൽ കാണാൻ കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിശദീകരിച്ചത്. അതായത് കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്. കോടതിക്ക് ഇതിൽ ആശങ്കയുണ്ട്. കാരണം ഇന്നലെ തന്നെ മുർഷിദാബാദിലടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങളിലൊക്കെ തന്നെ കോടതി ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ കോടതിയുടെ ഒരു സ്വഭാവം ഇന്നലെ വ്യക്തമായിരുന്നു. കാരണം ഇത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന് ശേഷം ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അത് തിരിച്ചടിയാവും. കാരണം നിയമം ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ ഇനി നടപ്പാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായും ഒരു കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഏത് നിലയിൽ എന്നതിനെ ആശ്രയിച്ചായിരിക്കും കേന്ദ്രത്തിന് തുടർ നടപടി കൈക്കൊള്ളാൻ കഴിയുക. മാത്രവുമല്ല, ഒരുപക്ഷെ ഇന്ന് ഇടക്കാല ഉത്തരവ് നൽകിയതിന് ശേഷം ഒരു വിശദമായ വാദം കേൾക്കാനായി കേസ് മാറ്റിവെക്കാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കോടതി ഇന്ന് വീണ്ടും ഹർജികൾ പരിഗണിക്കുകയാണ്, വാദം കേൾക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് വാദം കേൾക്കുക. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ഈ വഖഫ് നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നിർത്തലാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.